ഹലോ ഡിയസ്, ജാനകിയുടെയും അബിയുടെയും വീട് പുത്തൻ പ്രൊമോ. നമ്മുടെ നിരഞ്ജനയും ജാനകിയും കൂടി അമ്പലത്തിൽ വന്നിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ജാനകി നമ്മുടെ നിരഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് എന്റെ അമ്മയെ കണ്ടു കിട്ടുമോ എന്നുള്ളതിന് ഉത്തരം നമ്മുടെ ദേവി തന്നെ എനിക്ക് തരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൂജാരി അപ്പൊ തന്നെ പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലെന്തോ നമ്മുടെ ജാനകി വിചാരിച്ചതുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു പ്രസാദം കണ്ടിട്ട് നമ്മുടെ ജാനകി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അതിൽ നിന്നും ഉത്തരം കിട്ടി നമ്മുടെ ജാനകിക്ക് തന്റെ അമ്മയെ താൻ കണ്ടുപിടിക്കും എന്നതാട്ടോ. അങ്ങനെ ജാനകി തിരികെ അളകാപുരിയിലേക്ക് വരുമ്പോൾ അവിടെ തമ്പി ഉണ്ടാവും. അപ്പൊ തമ്പി നമ്മുടെ അപർണയോട് നമ്മുടെ ജാനകി പറയുന്നുണ്ട്, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ ഒരു കൊച്ചൊന്നും ഉണ്ടാകൂല. അതെ, അവളെ നശിപ്പിക്കാൻ, അവളെ ചതിച്ച് കളയാൻ ഒരു പുരുഷൻ ഉണ്ടായിട്ടല്ലേ അവൾക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നത്. അങ്ങനത്തെ ഒരു ചതിയന്റെ കുഞ്ഞായിട്ട് ഞാൻ അറിയപ്പെടണ്ട എന്നും പറഞ്ഞിട്ട് നമ്മുടെ അപർണയ്ക്ക് നമ്മുടെ ജാനകി ആ ഒരു പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അപർണയ്ക്ക് ഇങ്ങനെ ജാനകി പ്രസാദം തൊട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ തമ്പി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ടേ. ഇവൾക്ക് പ്രസാദം തൊട്ട് കൊടുക്കണം, ഇവളുടെ ശത്രു അല്ലേ ഇവള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തമ്പി അറിയണം നമ്മുടെ ജാനകി തമ്പിയുടെ മകളാണ്. അപ്പോഴാണ് കഥ മാറി മറിയാൻ പോകുന്നത് അല്ലെ. എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.